ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈൽസ് ടു ഗോ ചാനൽ. തായ്ലൻഡ് യാത്രയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ നോങ്നൂഷിൽ പോയി ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി. ഹോട്ടൽ റോയൽ പാലസ് എന്നുള്ളൊരു ഹോട്ടലിലാണ് ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നത്. വൈകുന്നേരത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കുളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. തേജുവിന് വളരെ ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂളിലുള്ളൊരു കുളി. പട്ടായ ബീച്ച് റോഡിന് ചേർന്നാണ് ഹോട്ടൽ റോയൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിരവധി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഒന്നിൽ കയറി, പക്ഷേ അതൊരു സ്പോർട്സ് ബാർ സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അത്ര വലിയ ഇഷ്ടമായില്ല. ഞങ്ങളൊരു ഒതൻറ്റിക് അല്ലെങ്കിൽ തായ് ട്രഡീഷണൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. നല്ലൊരു ആംബിയൻസ് ആണ്, അധികം തിരക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി ടേബിളൊക്കെ അവർ തയ്യാറാക്കി. ഫുഡെല്ലാം ഓർഡർ ചെയ്തു. തേജുവിനും ഭയങ്കര ഇഷ്ടമായി. അവൻ ആ സ്ഥലത്തൊക്കെ അവിടെ ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, പട്ടായയിലെ മൂന്നാം ദിവസം ഞങ്ങളിന്ന് ഒരു ഷോയ്ക്കാണ് പോകുന്നത്. അൽക്കസർ ഷോ ആണ്. ഹായ് ടു അവർ വ്യൂവേഴ്സ് മിസ്റ്റർ തേജു. യെസ് ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഒരു മണിക്കൂർ ഷോ ആണത്. അപ്പോൾ വൈകിട്ട് 6:30 ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 5:45 ആയപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. യെസ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ക്യാബറ ഷോയ്ക്കാണ് പോകുന്നത്. പട്ടായയിലെ പ്രസിദ്ധമായ ഒരു ക്യാബറ ഷോ ആണ് അൽക്കസർ ഷോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കുറേ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഷോ കഴിഞ്ഞിട്ട് ഈ കലാകാരന്മാർ പുറത്തു വന്ന് നിൽക്കും. അവരുമായിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കാണുന്നത്. അവരെന്ന് പറയുമ്പോൾ ഇവിടെ ലേഡീസ്, ജെൻസ്, അതുപോലെ മറ്റൊരു വിഭാഗമുണ്ട്, നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന പോലെ. തായ്ലൻഡിൽ ലേഡി ബോയ്സ് ഒരു കാറ്റഗറി ഉണ്ട്. അവരാണ് ഈ ഷോ കഴിയുമ്പോൾ വന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തരുന്നത്. നല്ല ഭംഗിയാണ് അവരുടെ ആ നിൽപ്പ് കാണാൻ. അവരുടെ വസ്ത്രധാരണവും അവരുടെ മേക്കപ്പും എന്തൊരു കളർഫുള്ളാണെന്ന് നോക്കി. തായ്ലൻഡ് നിവാസികൾക്കും അതുപോലെ വിനോദസഞ്ചാരികൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു അട്രാക്ഷനുകളിൽ ഒന്നാണ് ഈ അൽക്കസർ ഷോ. ഈ ഫോട്ടോ എടുപ്പ് ഫ്രീ അല്ല കേട്ടോ. ഓരോ ഷോ കഴിയുമ്പോഴും ഈ സുന്ദരിമാരെ പോലെ ഇരിക്കുന്നവർ വന്ന് നിരന്ന് നിൽക്കും. അവരുമായിട്ട് കാണികൾക്ക് ഫോട്ടോ എടുക്കാം. ഏകദേശം 100 ബാത്താണെന്ന് തോന്നുന്നു അതിനുള്ള ചെലവ്. പാവക്കുട്ടികളെ പോലെ ഇരിക്കുന്ന ഇവരുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഏകദേശം ഷോ തുടങ്ങാനുള്ള സമയമായി. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. ഞങ്ങൾ തിയേറ്ററിനകത്തേക്ക് കയറി. ഫ്രണ്ട് റോയിൽ തന്നെ ഏകദേശം മധ്യഭാഗത്തായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് പ്രിൻസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും നന്നായി, കാരണം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആംഗിളിൽ തന്നെ കിട്ടുമല്ലോ. നോങ്നൂഷ് ഗാർഡനിലെ ഷോയിൽ ഞങ്ങൾക്ക് സൈഡ് സീറ്റാണ് കിട്ടിയിരുന്നത്. 1981 ഈ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് 300 പേർക്ക് ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഏകദേശം 1200-ലധികം ആളുകൾക്ക് ഇരിക്കാവുന്ന തിയേറ്ററായി ഇത് മാറിക്കഴിഞ്ഞു. ഷോ തുടങ്ങാനുള്ള സമയമായി. നല്ല ഗംഭീര സൗണ്ട് സിസ്റ്റം ഒക്കെ ഇവിടെയുണ്ട്.
Wow, what a great start. Amazing music and super performance. അൽക്കാസർ ട്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. കാണികളെ എല്ലാവരെയും നോക്കി അവർ ഗ്രീറ്റ് ചെയ്തു. ഇനിയാണ് പ്രധാനപ്പെട്ട ഷോകൾ നടക്കുന്നത്, അതായത് പ്രധാനപ്പെട്ട ഡാൻസുകൾ. അത് ഇവിടുത്തെ ഇതിഹാസങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാടോടി കഥകളുടെ ആവിഷ്കാരങ്ങളായിരിക്കാം. രാമായണവും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇതിഹാസമാണ്, അതുകൊണ്ട് രാമായണത്തിലെ കഥകളും ചിലപ്പോൾ ഉണ്ടാകും. ഇനിയൊരു കാര്യമുള്ളത്, നമുക്കിനി ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. അതായത് പ്രധാനപ്പെട്ട ഡാൻസുകൾ നടക്കുമ്പോൾ, പ്രധാനപ്പെട്ട പെർഫോമൻസുകൾ നമ്മൾ ഒരിക്കലും ക്യാമറയിൽ പകർത്താൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. ആദ്യം കണ്ട ഈ കാഴ്ചകളൊക്കെ ഇൻട്രോ ഭാഗങ്ങളായിരുന്നു, അതുകൊണ്ടാണ് കുഴപ്പമില്ലാതിരുന്നത്. അതുകൊണ്ട് എനിക്കിനി പ്രധാനപ്പെട്ട ഡാൻസുകൾ ക്യാമറയിലാക്കാൻ കഴിയില്ല. ഇതാ അടുത്ത പെർഫോമൻസ്. ഇത് ചിലപ്പോൾ അവസാനത്തെ ഡാൻസ് ആയിരിക്കാം, അതുകൊണ്ടാണ് ക്യാമറ എടുത്തപ്പോൾ അവർ വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ല. പക്ഷേ ക്യാമറ എടുക്കാൻ പറ്റാഞ്ഞത് നന്നായി. കണ്ണുകൾ കൊണ്ട് അത് ആസ്വദിക്കാൻ ശരിക്കും പറ്റി. പക്ഷേ നിങ്ങളെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള ചെറിയൊരു ദുഃഖവുമുണ്ട്. എന്നാലും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ക്യാമറയിലാക്കാൻ കഴിഞ്ഞല്ലോ. എന്തൊരു പെർഫോമൻസ് ആണ്, എന്തൊരു ഭംഗിയാണ് ആ സ്റ്റേജിൽ മൊത്തം കാണാനായിട്ട്. ദേവലോകത്തെ നർത്തകിമാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഏകദേശം അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ വസ്ത്രധാരണവും അവരുടെ ഡാൻസ് പ്രോഗ്രാമുകളും. പിന്നെ ചിലപ്പോൾ ബ്രസീലിയൻ കാർണിവലിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ അത്തരത്തിലുള്ള വേഷങ്ങളും ധരിച്ചുകൊണ്ട് നിരവധി യുവതികളാണ് ഇവിടെ ഈ കലാപരിപാടികൾ കാഴ്ചവെക്കുന്നത്. എന്തായാലും ഒരു അത്ഭുത ലോകം തന്നെ. ഏറ്റവും പുതിയ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ അൽക്കസർ ഷോയുടെ സെറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത്യാധുനിക ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം, അതുപോലെ അൾട്രാ ഹൈടെക്, അതായത് ഒരു സർക്കിൾ സറൗണ്ട് DTS സിസ്റ്റം ഇതിലുണ്ട്. കട്ടിംഗ് എഡ്ജ് ലൈറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് തിളക്കമാർന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അവരുടെ വസ്ത്രങ്ങളിൽ ഒരു പ്രത്യേക രീതിയിൽ, പ്രത്യേക ആംഗിളിൽ നിന്നുള്ള ലൈറ്റുകൾ പതിക്കുമ്പോഴാണ് മിഴിവാർന്ന ചിത്രങ്ങളായിട്ട് നമുക്ക് തോന്നുന്നത്. ഏകദേശം 1 മണിക്കൂർ നീണ്ട ആ കലാപരിപാടി ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കാണികൾ എല്ലാവരും നിറ കയ്യടികളോടെ അതിനെ പ്രോത്സാഹിപ്പിച്ചു. സ്റ്റേജിൽ ഇതാ വീണ്ടും ആ കോമഡി ചേച്ചി എത്തിയിരിക്കുകയാണ്. അത് ഓരോ പെർഫോമൻസ് കഴിയുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിപ്പോൾ അവസാനമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എന്തൊക്കെയോ തായ് ഭാഷയിൽ പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കുന്നു. ഷോ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്കെത്തി. ഈ സമയം കൊണ്ട് നമ്മുടെ ഫോട്ടോഷൂട്ട് താരങ്ങൾ താഴെ ഫോട്ടോയ്ക്ക് വേണ്ടി നിരന്നു കഴിഞ്ഞു. ലേഡി ബോയ്സിന്റെ ഒപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കുക, അതൊരു
കൗതുകകരമായ കാര്യം തന്നെ. ഈ ഷോ കഴിഞ്ഞിറങ്ങുന്നവരും അതുപോലെ അടുത്ത ഷോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുമാണ് ഫോട്ടോഷൂട്ടിന് തയ്യാറായി നിൽക്കുന്നത്. 100 ബാത്ത് കിട്ടുന്ന കാര്യമല്ലേ ഈ സുന്ദരിമാർക്ക്, പിന്നെന്തു നോക്കാൻ. അതുപോലെ 100 ബാത്തല്ലേ പോകുള്ളൂ എന്ന് വിചാരിച്ച് കാണികളും അവർക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാനും എടുത്തു ഒരു സെൽഫി. അവരെല്ലാവരും ചേർന്ന് കാണികൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല കളർഫുള്ളായ ആ ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ്. അൽക്കസർ ഷോ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് പട്ടായ നൈറ്റ് ബസാർ എന്നുള്ളൊരു ബോർഡ് കണ്ടു. അപ്പം ഞാനിത് നേരത്തെ വായിച്ചിരുന്നു. പട്ടായയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപണി കേന്ദ്രമാണ് പട്ടായ നൈറ്റ് ബസാർ. ഞങ്ങൾ അകത്തേക്ക് കയറി. പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ചെറിയ ചെറിയ ഇടവഴികൾ, അതിന് ഇരുവശങ്ങളിലുമായിട്ട് നിരവധി കടകളാണ്. പ്രധാനമായും പ്രാദേശിക ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. അതായത് കുടകൾ, ബാഗുകൾ, തൊപ്പി, ലെതർ ഐറ്റംസ്, പിന്നെ സൊവനിയേഴ്സ്, നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൊവനിയേഴ്സ് എല്ലാം ഇവിടെ ധാരാളം ലഭിക്കും. അതുപോലെ മൊത്ത വിലയാണ് ഇവിടെ, അതുകൊണ്ട് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനും പറ്റും. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറച്ച് പൈസ കുറവായിരിക്കും. ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടു കിടക്കുകയാണ്. ഇങ്ങനെ ഓരോ കടകളും അവിടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ഉണ്ട്, അതാണ് അതിൻ്റെ ലാൻഡ്മാർക്ക്. ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ് ഈ നൈറ്റ് ബസാർ. പട്ടായ സെൻട്രൽ കോംപ്ലക്സ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു നൈറ്റ് ബസാർ സ്ഥിതി ചെയ്യുന്നത്. പട്ടായ നൈറ്റ് ബസാറിൽ നിന്ന് അല്പം ഷോപ്പിംഗ് ഒക്കെ നടത്തി 1-2 ടീഷർട്ട്സും പിന്നെ കുറച്ച് സൊവിനിയേഴ്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും പ്രധാന റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നല്ല വിശപ്പ് തോന്നി. ഡിന്നറിനുള്ള സമയമായി. പിന്നെ റെസ്റ്റോറൻറ്റ്സിന് യാതൊരു പഞ്ഞമില്ലാത്ത ഒരു സിറ്റിയാണിത്. പ്രത്യേകിച്ചും ഈ പട്ടായ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിരവധി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പട്ടായ ഒരു തീരദേശ പട്ടണമായതുകൊണ്ട് നിരവധി സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഫിഷ് എല്ലാം ലൈവായി ഗ്രില്ല് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യുന്നവർ. പിന്നെ ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് വളരെ താല്പര്യമുള്ളവർക്കും പറ്റിയ സ്ഥലമാണിത്. എവിടെ നോക്കിയാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അവിടെ സീ ഫുഡ് മാത്രമല്ല ബാക്കിയെല്ലാം കിട്ടും, എന്നാലും അവിടെ സ്പെഷ്യൽ സീ ഫുഡാണ്. ഇതേപോലെ ലൈവ് ചെയ്ത് ഗ്രില്ല് ചെയ്യേണ്ട ഫിഷൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പ്രോൺസ് എന്ന് പറയുമ്പോൾ ടൈഗർ പ്രോൺസ്, വലിയ പ്രോൺസ് ഉണ്ടല്ലോ, അതുപോലെ ലോബ്സ്റ്റർ, പിന്നെ സ്ക്വിഡ്, അങ്ങനെ എല്ലാവിധ ഫിഷ് ഐറ്റംസ് ഇവിടെയുണ്ട്. ഞാൻ സെലക്ട് ചെയ്തത് സീബാസ് എന്ന് പറയുന്ന ഒരു ഫിഷാണ്. നല്ല വലിപ്പമുള്ള ഒരു സീബാസ് തന്നെ ഞാൻ സെലക്ട് ചെയ്തു. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിനിടയിൽ ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ, അതായത് ഒരു വലിയൊരു ഫുഡ് കോർട്ട് പോലെയാണ്, അതിനകത്ത് നിരവധി സ്റ്റോളുകളുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിലൂടെ നടന്ന് ആ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ പകർത്തി നടക്കുകയാണ്. എല്ലാ സ്റ്റോളിലും നല്ല തിരക്കാണ് കേട്ടോ. ഏത് സ്ഥലത്തുനിന്ന് കഴിക്കണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല ഫ്രഷ് ഫുഡാണ് എവിടെയും സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തിരികെ വന്നപ്പോഴേക്കും നമ്മുടെ സീബാസ് റെഡിയാണ്. കണ്ട പോലെയല്ല, അതിൻ്റെ ചേരുവകളൊക്കെ ചേർന്ന് വന്നപ്പോൾ ഒരു വലിയ പ്ലേറ്റ് നിറയെ ഉണ്ട്. അത് ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമായി. ഞാനതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഫ്ലഷ് മാത്രമൊക്കെ ആയിട്ട്. കാരണം നന്നായിട്ട് സ്പൈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടറിയാം, മുളകൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിഗംഭീരമായ സീ ഫുഡ് ഡിന്നർ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ റോഡിന്റെ ഇരുവശവുമായിട്ട് നിരവധി റെസ്റ്റോ ബാറുകളും നമുക്ക് കാണാൻ പറ്റും. തായ്ലൻഡ്, പ്രത്യേകിച്ച് പട്ടായ പറയേണ്ട കാര്യമില്ലല്ലോ, ബാറുകൾക്ക് പ്രസിദ്ധമായൊരു സ്ഥലം തന്നെയാണ്. എന്നാലൊരു ബീർ അടിക്കാം, അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറി. ഈ ഓരോ
റെസ്റ്റോ ബാറിന്റെ മുന്നിലും നിരവധി തായ് പെണ്ണുങ്ങൾ നിൽപ്പുണ്ടാവും. തേജു എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അവൻ അവിടുത്തെ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കും, എന്നോടൊപ്പം തന്നെ അവനും ചെറുതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഈ കളി കണ്ടപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു കൗതുകമായി. ഓരോ സ്റ്റോളിന്റെ മുന്നിൽ ചെല്ലുമ്പോഴും ഇവനിങ്ങനെ അവരോട് ഹായ് ഒക്കെ പറയും, അവരിവനെ കളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാ സ്റ്റോളിലും ഇവൻ നല്ല പരിചയസമ്പന്നനെ പോലെ എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകുകയാണ്. എന്തിനു പറയുന്നു, തായ്ലൻഡിലെ ഒരുമിക്ക സ്റ്റോളുകളിലെയും, അതായത് റെസ്റ്റോ ബാറിന് മുമ്പിലുള്ള പെണ്ണുങ്ങളായിട്ട് ഇവൻ കമ്പനിയായി. നമ്മുടെ തേജപ്പൻ ഇതേ കണ്ടില്ലേ ഡാൻസ് കളിക്കുന്ന നോക്കി. ഞാനിങ്ങനെ പതുക്കെ എന്തെങ്കിലും സ്റ്റെപ്പ് ഇടുമ്പോഴേക്കും അവനും കിടന്ന് കളിക്കും. അതങ്ങനെ ഒരു രസകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. പട്ടായയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസത്തിന് അങ്ങനെ തിരശ്ശീല വീഴുകയാണ്. ബീച്ചിലും നഗരത്തിലും ആളുകൾ ഇപ്പോഴുമുണ്ട്. നഗരം ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല. ഉറക്കമില്ലാത്തൊരു സിറ്റിയാണല്ലോ പട്ടായ. പക്ഷേ ആ ബഹളത്തിനിടയിലും അപ്പോഴും ആ ബീച്ചിൻ്റെ സൈഡിലിരുന്നു കൊണ്ട് ഒരാൾ സരോദ് മീട്ടുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു.